ഹലോ, അപ്പോൾ കുറേ ആയാലും കണ്ടിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിലക്കടല വറുത്തെടുക്കുകയാണ്. കുറച്ച് നിലക്കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഉപ്പിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ വറുത്തെടുക്കുന്ന രീതിയൊന്നല്ല ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വേറൊരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിലക്കടല നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് പൊട്ടണം കേട്ടോ. നല്ല പൊട്ടുന്ന ആ സമയമാകുമ്പോൾ ബ്രൗൺ ഷെയ്ഡാവുന്നവരെ വറുത്തെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു 5-8 കുഞ്ഞുള്ളി എടുത്തോളൂ. അതുപോലെ തന്നെ ഒരു തക്കാളി, 2 വറ്റൽമുളക്, പിന്നെ 2-3 വെളുത്തുള്ളിയും കൂടെ എടുത്ത് നന്നായിട്ട് ഫ്രൈ പാനിൽ വഴറ്റിയെടുക്കുക. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയ്ക്ക് കൂട്ടാൻ പറ്റിയ അടിപൊളി നിലക്കടല ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ എല്ലാവരും. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണേ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമൊന്നും വേണ്ട, ഒന്ന് വാടിയാൽ മതി. വാടിയതിന് ശേഷം നമുക്ക് ഇതും കൂടെ മാറ്റി വെക്കാം. ഇതാ ഞാനിവിടെ നിലക്കടല നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് ആദ്യം ഇത് പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉള്ളി, തക്കാളി, വറ്റൽമുളക് എല്ലാം കൂടെ ചേർത്ത്, വറ്റൽമുളക് ഞാൻ ആദ്യം തന്നെ നിലക്കടലയുടെ കൂടെ പൊടിച്ചായിരുന്നു കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഉള്ളി, കുഞ്ഞുള്ളി വഴറ്റി വെച്ചത്, തക്കാളി, പിന്നെ ഒരു കറിവേപ്പില. ഇനി ചൂടായി തണിഞ്ഞ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ചമ്മന്തിയല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ചൂടായി തണിഞ്ഞ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുക്കുക. പിന്നെ ദോശയുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നിലക്കടല ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കുക. നിലക്കടലയൊക്കെ നല്ല അടിപൊളി, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയല്ല ഇന്നത്തെ വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്